ഒരു സീസണിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് സൺസ്ക്രീൻ. അപ്പോൾ SPF 14 അടങ്ങിയിട്ടുള്ളൊരു സൺസ്ക്രീനൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും അല്ലേ? അത് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ SPF 14 അടങ്ങിയിട്ടുള്ളൊരു സൺസ്ക്രീൻ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ക്യാരറ്റ് ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. 2 സ്പൂൺ ക്യാരറ്റ് ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2-3 സ്പൂൺ എടുക്കാം കേട്ടോ, ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ തോനെ ഉണ്ടാക്കണമെങ്കിൽ ഒരു 4 സ്പൂൺ എടുക്കാം. എല്ലാം അപ്പോൾ 4 സ്പൂൺ അളവിൽ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ 2 സ്പൂൺ ക്യാരറ്റ് ഓയിൽ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഓയിൽ SPF 38 മുതൽ 14 വരെ ഉണ്ട് കേട്ടോ. അതുമല്ല വൈറ്റമിൻ A, വൈറ്റമിൻ C ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റിനകത്ത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് സ്കിൻ ടോണൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വളരെ നല്ലതാണ്. ബദാം ഓയിൽ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്, ടാനിങ് ഒക്കെ മാറാനേ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനൊക്കെ അടിപൊളിയാണ് നമ്മുടെ ബദാം ഓയിലും. അതും 2 അടപ്പ് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. 2 അടപ്പ് തന്നെ ഒഴിക്കുക. നമ്മൾ എല്ലാം 2 വെച്ച് വേണം എടുത്തു പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ലതാണ് ബദാം ഓയിലും നമ്മുടെ സ്കിന്നിനെ എന്താണ് സൺ ഡാമേജിൽ നിന്നൊക്കെ മാറ്റാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. വൈറ്റമിൻ E ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ ബദാം ഓയിൽ. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ, നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാൻ, നമ്മുടെ ടാനിങ് ഒക്കെ കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ബദാം ഓയിൽ കേട്ടോ. ടാനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ടാനൊക്കെ മാറാൻ വേണ്ടി വളരെ നല്ലതാണ് ബദാം ഓയിൽ. ഇനി നമുക്ക് വേണ്ടുന്ന ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ നമ്മൾ 2 സ്പൂൺ എടുക്കുന്നുണ്ട്. ഒലീവ് ഓയിലിനകത്ത് 2 മുതൽ 7 വരെ SPF അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ടാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറാൻ നല്ലതാണ് കേട്ടോ. നമ്മുടെ സൺ ഡാമേജ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി വളരെ നല്ലതാണ്. പിഗ്മെൻറ്റേഷൻ, കരുവാളിപ്പും അതുപോലെ തന്നെ സൺ ഡാമേജ് ഉള്ള ഡിസ്കളറേഷനൊക്കെ മാറാൻ വേണ്ടി വളരെ നല്ലതാണ്. ഇത് 3 നമ്മൾ ഓയിലായിട്ട് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കടുകെണ്ണ ഉണ്ടെങ്കിൽ കടുകെണ്ണ എടുക്കാം. ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്യാം കേട്ടോ. ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചിട്ട് ഗ്യാസിൽ വെച്ച് കത്തിക്കുക. അതിൻ്റെ മുകളിലോട്ട് നമ്മളിപ്പോൾ ഈ മിക്സ് ചെയ്ത ഓയിലെല്ലാം കൂടെ നമ്മൾ എടുത്ത് വെക്കുക. അത്രേ ഉള്ളൂ കേട്ടോ ഡബിൾ ബോയിലിങ്. ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വേണ്ടുന്ന ബി വാക്സ് ആണ് കേട്ടോ. ബി വാക്സ് നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ അവൈലബിൾ ആണ്. വലിയ വിലയൊന്നുമില്ല. ചെറിയൊരു കട്ടയ്ക്ക് 50 രൂപ, 60 രൂപ ആ റേഞ്ചിലേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബി വാക്സും കൂടെ ഇട്ട് നന്നായിട്ട് ബി വാക്സ് നന്നായിട്ട് ഉരുകുന്നവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു വാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ലെയർ പോലെ നിന്നിട്ട് നന്നായിട്ട് സൺ ഡാമേജിൽ നിന്നും അതുപോലെ തന്നെ ടാനിങ്ങിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസിങ് ചെയ്യാൻ, നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ചുളിവുകൾ, പാടുകൾ, വരകളൊക്കെ മാറാൻ വേണ്ടി വളരെ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു വാക്സ്. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫായിട്ട് വെക്കാൻ വേണ്ടി സഹായിക്കും. നമ്മൾ ഒരുപാട് വിയർക്കത്തില്ല, ഈ ഒരു ക്രീം ഇട്ട് കഴിഞ്ഞാൽ വിയർക്കത്തില്ലേ? ചില സൺസ്ക്രീനൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് വിയർക്കും. അതുപോലെ തന്നെ ഒലിച്ചു പോകാറുണ്ട്. അതുപോലെ തന്നെ വലുതായിട്ട് മെഴുക്, എണ്ണമയം പോലെ തോന്നാറുണ്ട്. അതൊക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനമായിട്ട് ഈ ഒരു വാക്സ്. അപ്പോൾ ഈ ഒരു വാക്സ് നന്നായിട്ട് മെൽറ്റ് ആവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി തണ്ട പകുതിയോളം ഇത് ഉരുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് കട്ടയായിട്ടും കിട്ടും, അല്ലാതെ ചെറിയ തരികൾ പോലൊക്കെ കിട്ടും. ഞാൻ കട്ടയായിട്ടുള്ളത് വാങ്ങിച്ച് 1 സ്പൂണായിട്ട് ഞാൻ എടുത്തിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് 1 സ്പൂൺ മാത്രം ചേർത്താൽ മതി. എല്ലാം 2 സ്പൂണല്ലേ നമ്മൾ ചേർത്തത്. ഈ ഒരു വാക്സ് മാത്രം 1 സ്പൂൺ മാത്രം എടുക്കുക കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിനകത്ത് ഒരു കാര്യം കൂടെ മാത്രം ചേർത്താൽ മതി. ബാക്കിയെല്ലാം നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നല്ലോണം നമ്മുടെ സ്കിൻ നിറം വെക്കാനും സഹായിക്കുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ അത്. നിറം വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ മാറാനും സൺ ഡാമേജ് എല്ലാം മാറ്റാൻ വേണ്ടി വളരെ വളരെ നല്ലതാണ്. ഒരു മീഡിയം പരുവത്തിൽ തീയിട്ടിട്ട് മാത്രം നമ്മളിത് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ഇളക്കി ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടാറുമ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വരും. അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്കിന്നകത്ത് ചേർത്തേക്കുന്ന എല്ലാം തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ടാനിങ്ങും കരുവാളിപ്പെല്ലാം മാറാൻ വേണ്ടി വളരെ നല്ലതാണ്. ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല നമ്മുടെ ചുണ്ടിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഉണ്ടാകുന്ന കരുവാളിപ്പം, ഡിസ്കളറേഷനൊക്കെ മാറാൻ വേണ്ടി വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്കും ഉപയോഗിക്കാൻ പറ്റും. അതായത് 2 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ മക്കൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഒരു 10-15-20 മിനിറ്റ് ആയപ്പോൾ ഇതുപോലെ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം കേട്ടോ. ഒരു ജാറിലിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂണും കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്താൽ മതി. ഇനി ഒരു 3 വയസ്സിന് മേപ്പോട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കണമെങ്കിൽ അലോവേര ജെല്ല്, പ്യുവറായിട്ടുള്ള അലോവേര ജെല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ അലോവേര ജെല്ലാണെങ്കിൽ അതെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ല് നല്ല കമ്പനിയുടെ നോക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കളറുള്ളത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കളറ് സ്മെല്ലും ഒന്നും ഉള്ളത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത് കേട്ടോ.
ഞാനിവിടെ അലോവേര ജെൽ എടുക്കുന്നേ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് 2 വയസ്സ് കൊണ്ട് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അവൾക്കും കൂടെ യൂസ് ചെയ്തൊക്കെ രീതിയിലാണ് ഞാനിവിടെ ഈ ഒരു സൺസ്ക്രീൻ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നില്ല. അലോവേര ജെല്ല് അതുമല്ല എൻ്റെ കയ്യിലിരിക്കുന്ന നല്ല കളറുള്ളത് നല്ല സ്മെല്ലുള്ള അലോവേര ജെല്ലാണ്. അതുകൊണ്ട് എനിക്കൊരു വിശ്വാസക്കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ അലോവേര ജെല്ല് ഇതിനകത്ത് യൂസ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താണ് മാർക്കറ്റിലൊക്കെ ഉണ്ട് നല്ല അലോവേര ജെല്ലുകളുണ്ട്, കളറൊന്നും ഇല്ലാത്ത, അതുപോലെ തന്നെ മണമൊന്നും ഇല്ലാത്ത നല്ലൊരു അലോവേര ജെല്ല് നോക്കി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ 2 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്കാണ് അലോവേര ജെല്ല് യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്കൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ സ്പൂണും കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ക്രീം പോലെ കിട്ടും കേട്ടോ നമുക്കിത്. പിന്നെ ഇതിൽ എന്തെങ്കിലും തരത്തിലും മണം വേണമെങ്കിൽ ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് മാത്രം മതി കേട്ടോ. ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്കിത് യൂസ് ചെയ്യാം. SPF 14 അടങ്ങിയിട്ടുള്ള സൺസ്ക്രീനാണ് കേട്ടോ. നല്ലൊരു ക്രീം പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, നല്ലൊരു സൺസ്ക്രീൻ വാങ്ങിക്കണമെങ്കിൽ എന്തുമായാലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 300 രൂപ ചിലവാകും ഇല്ലേ. 300 രൂപ മേളിലോട്ടുള്ള സൺസ്ക്രീനേ ഉള്ളൂ നല്ലത്. അതായത് SPF 13 അടങ്ങിയിട്ടുള്ള സൺസ്ക്രീനാണ് 300 രൂപ. അപ്പം നല്ലൊരെണ്ണം വാങ്ങിക്കണമെങ്കിൽ എങ്ങനെയായാലും SPF 14 അതുപോലെ തന്നെ 15 ഒക്കെ ഉള്ളതാണെങ്കിൽ 500 രൂപ കൊടുക്കേണ്ടി വരും. നല്ല സൺസ്ക്രീൻ നല്ല ബ്രാൻഡ് നോക്കി മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ച് ഉപയോഗിക്കാം. അതുപോലെ നമ്മുടെ കുഞ്ഞു മക്കൾക്കും ഇത് ഉപയോഗിക്കേണ്ട അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ. പിന്നെ ക്യാരറ്റ് ഓയിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും ഏറെ നല്ലത് കേട്ടോ. പ്യൂറായിട്ടുള്ള ക്യാരറ്റ് ഓയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ നാളെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം അറിയാത്തവർ കണ്ടു നോക്കാൻ മറക്കല്ലേ. കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.